ഇടത് ക്യാമ്പിലേക്ക് നോക്കുമ്പോൾ അവരെല്ലാം വളരെ ശ്രദ്ധയോടുകൂടി വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ അവരുടെ നീക്കം എപ്രകാരമായിരിക്കും എന്നാണ് അങ്ങ് കരുതുന്നത്? കാരണം ഇപ്പോൾ സ്ഥാനാർത്ഥി എപ്പോഴും അവർ പയറ്റുന്ന ഒരു അടവെന്ന് പറയുന്നത് ഒരു സ്വതന്ത്രനെ നിർത്തുക എന്നുള്ളതാണ്. ഇപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കുമോ? കാരണം പാർട്ടി ചിഹ്നത്തിൽ അവിടെ വോട്ട് അത്ര അങ്ങോട്ട് അധികം കിട്ടാനുള്ള സാധ്യത കുറവാണെന്നുള്ളൊരു വിലയിരുത്തൽ അവർക്ക് ഉള്ളിലെങ്കിലും ഉണ്ടാകില്ലേ? അല്ല, മാർക്സിസ്റ്റ് പാർട്ടിക്ക് സ്വന്തം ചിഹ്നത്തിൽ തന്നെ സ്ഥാനാർത്ഥിയെ നിർത്താവുന്ന ഒരു വോട്ട് ബേസ് അവിടെ ഉണ്ട്. ഈ പലരും വിചാരിക്കുന്ന പോലെ നിലമ്പൂർ ഒരു വലിയ മുസ്ലിം ഭൂരിപക്ഷമുള്ളൊരു മണ്ഡലമല്ല. ഇനി മുസ്ലിങ്ങളിൽ തന്നെ കിഴക്കൻ എറണാട്ടിലൊക്കെ കുഞ്ഞാലിയുടെ കാലം മുതൽക്ക് CPM-ലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലൊക്കെ പ്രവർത്തിച്ച ആളുകളുണ്ട്. അവർക്കും അങ്ങനെ അരിവാൾ ചീറ്റിയ നക്ഷത്രത്തിൽ വോട്ട് ചെയ്യാനായിട്ട് അലർജിയൊന്നുമില്ല. അങ്ങനെ വിചാരിക്കേണ്ട കാര്യമില്ല. അതൊരു കാര്യം. രണ്ടാമത്, ഇതിൽ ഈ പോപ്പുലർ ഫ്രണ്ട് മുതലായ സാധനങ്ങളുടെ വോട്ട് ആര്യാടൻ ഷൗക്കത്തിന് കിട്ടില്ല എന്ന് പറഞ്ഞ പോലെ അവരുടെ വോട്ട് LDF-നും കിട്ടുകയില്ല. ആ വോട്ടുകളൊക്കെ മറ്റു വഴിക്ക് ഒന്നുകിൽ അൻവറിന് പോവുകയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വഴിക്ക് തിരിഞ്ഞു പോവുകയോ ചെയ്യുമോ. പിന്നെ LDF-ൻ്റെ സ്ഥാനാർത്ഥി ആരാണ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതൊരു ക്രിസ്ത്യൻ കാൻഡിഡേറ്റ് ആണെങ്കിൽ, പ്രത്യേകിച്ച് ഇപ്പോൾ ക്രിസ്ത്യാനികളുടെ ഇടയിൽ ഒരു ഇച്ഛാഭംഗം മുതലെടുക്കാൻ അവർക്ക് സാധിക്കും. ഇതൊക്കെ ആണെങ്കിലും UDF-നെ അവിടെ തോൽപ്പിക്കാൻ അത്ര എളുപ്പമല്ല എന്നുള്ളതാണ് സത്യം.